47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 16-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. മദീനയിലെ മസ്ജിദുൻ നബവി, ആ തിരുമുറ്റത്ത് ഓരോ ദിവസവും പതിവ് പോലെ ജനം ഒത്തുകൂടും. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിനെ അഭിമുഖീകരിക്കും. ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളും അള്ളാഹുവിന്റെ വചനങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്നൊഴുകുന്ന ആ വാക്കുകൾ കേൾക്കാൻ ഒരു വലിയ ജനക്കൂട്ടം അവിടെ എപ്പോഴും ഉണ്ടാകും. ചിലരുടെ ഹൃദയങ്ങളെ അത് ആഴത്തിൽ സ്പർശിക്കുന്നു. അവിടെയിരിക്കുന്ന പലരുടെയും കണ്ണുകൾ ഈറനണിയുകയും പലരുടെയും ശിരസ്സുകൾ വിനയത്തോടെ താഴ്ന്നു പോകുകയും പതിവാണ്. പക്ഷേ ആ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നു. മുൻനിരയിൽ തന്നെ അവരുമുണ്ട്. ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ അവർ തലയാട്ടുന്നുണ്ട്. എന്നാൽ പുറമേ കാണുന്ന ആ ഭക്തി അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. പ്രവാചകന്റെ വാക്കുകൾ അവരുടെ കാതുകളിൽ പ്രവേശിക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു ചെന്നില്ല. ആ സംഘം അല്പം മുമ്പ് കേട്ട ആ പവിത്രമായ വചനങ്ങളെക്കുറിച്ച് പരിഹാസത്തോടെ വിശ്വാസികളോട് ചോദിച്ചു. ഇപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നോക്കൂ, അതൊരു മറവിയുടെ ചോദ്യമായിരുന്നില്ല. സത്യത്തോടുള്ള അശ്രദ്ധയുടെയും അഹങ്കാരം കലർന്ന പരിഹാസത്തിന്റെയും ചോദ്യമായിരുന്നു അത്. അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടായിരുന്നു, പക്ഷേ സത്യം ഉൾക്കൊള്ളാൻ മനസ്സുണ്ടായിരുന്നില്ല. ഇത്തരം ആളുകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട്. എന്നാൽ നിന്റെ അടുക്കൽ നിന്ന് അവർ പുറത്തു പോയാൽ അറിവ് നൽകപ്പെട്ടവരോട് അവർ ചോദിക്കും, ഇപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അത്തരക്കാരുടെ ഹൃദയങ്ങളിന്മേലാണ് അള്ളാഹു മുദ്ര വച്ചിട്ടുള്ളത്. അവർ തങ്ങളുടെ തന്നിഷ്ടങ്ങളെയാണ് പിന്തുടരുന്നത്. പുറമേ ഇസ്ലാമും ഉള്ളിൽ സംശയവും പേറിയ മുനാഫിക്കുകളുടെ അടയാളമായിരുന്നു അത്. ഒരേ സദസ്സിലിരുന്നവരിൽ ഒരു വിഭാഗം ഹിദായത്തിന്റെ വെളിച്ചം നുകർന്നപ്പോൾ മറ്റൊരു വിഭാഗം കേവലം ശബ്ദം മാത്രം കേട്ട് മടങ്ങി. ഈ ചരിത്രം ഇന്ന് നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ ഖുർആൻ ഓതപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നാണോ ഇരിക്കുന്നത്? അതോ ഹൃദയത്തിൽ മുദ്ര വീണവരെ പോലെ നാമും അശ്രദ്ധയിലാണോ?